അങ്ങനെ ഒരു മാസത്തെ സ്പ്രിംഗ് വെക്കേഷൻ കഴിഞ്ഞ് എന്റെ കോളേജ് ഒന്ന് തുറക്കും. 7:30 എണ്ണിച്ച് റെഡിയായി 8 മണിക്കത്തെ ബസ് കയറി 8:15 ആയപ്പോഴത്തേക്ക് മെട്രോ സ്റ്റേഷൻ. മെട്രോ വരാൻ 4 മിനിറ്റ് സമയം. അടുത്ത ആഴ്ച ഒരു ഗ്രൂപ്പ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരോടും ഒന്ന് വരാൻ പറഞ്ഞിട്ട്. സാധാരണ എല്ലാവരും അങ്ങനെ എല്ലാ ക്ലാസ്സിലും വരാറില്ല. പക്ഷേ മെട്രോ ഇറങ്ങി ക്ലാസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. താടിക്ക് കൈ കൊടുത്തായിരിക്കുന്നത് നവീനളി. ഈ കാണുന്ന ഇന്നത്തെ വിശാലമായ ക്ലാസ്സും കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ അളിയനൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം. അപ്പൊ എനിക്കൊരു കോൾ വരുന്നു, ഗ്രൂപ്പ് അസൈൻമെന്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞമാരൊക്കെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഗ്രൂപ്പ് അസൈൻമെന്റ് അടുത്ത ആഴ്ചയായിട്ടെന്ന് പറഞ്ഞ് ഞാനും അളിയനും വീട്ടിലോട്ട്. മെട്രോ ഇറങ്ങി വെളി വന്നപ്പോൾ അവിടെ ഒരു ചേച്ചിയുടെ ശുദ്ധ സംഗീതം. ചെറുതായിട്ടൊരു മഴ ചേർത്ത് തുടങ്ങിയപ്പോൾ ഞാനൊരു ബസ്സും പിടിച്ച് വീട്ടിൽ വന്നു. രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളികൾ ഭീകരമായിരുന്നു. ഇന്നോട്ട് ഞാൻ ഉടമ്പ് റെഡി പണ്ണാൻ പോവാ, അതായത് ജിമ്മിന് പോവാ. ഞാൻ താമസിക്കുന്നിടത്ത് പോകാൻ പറ്റിയ 2 ജിമ്മാണ് ഉള്ളത്. ഒന്ന് ജിം ഗ്രൂപ്പും ഒന്ന് പ്യൂർ ജിം. UK വന്ന സമയത്ത് ഞാനൊന്ന് പ്യൂർ ജിമ്മിൽ അഡ്മിഷൻ എടുത്ത് അവിടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് 3 നിലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ജിം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കോട്ട് കയറി ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ജിം ഗ്രൂപ്പിലേക്കാണ്. പുരാതനം തോന്നിക്കുന്ന ഈ ഒരു ബിൽഡിംഗിന്റെ അകത്താണ് നമ്മുടെ ജിം. ഇവിടെ ജിമ്മിൽ അഡ്മിഷൻ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓൺലൈൻ വഴി പൈസ പേ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പിൻ കിട്ടും. ആ പിൻ അടിച്ചാൽ നമുക്ക് ജിമ്മിൽ അകത്ത് കയറാൻ പറ്റും. പണ്ട് കുറച്ചാൾ ജിമ്മിൽ പോയി അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ദിവസം ഞാനങ്ങ് തുടങ്ങി.